കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിപ്പൊതി വിഴുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ മരണകാരണം അമിത അളവിൽ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 പാക്കറ്റുകളാണ് വിഴുങ്ങിയതെന്നും അതിലൊന്നിൽ 9 ഗ്രാം കഞ്ചാവാണെന്നും മറ്റേതിൽ എന്താണെന്നുള്ളതിൽ വ്യക്തതയില്ലെന്നും പേരാമ്പ്ര ഡിവൈഎസ്പി വി പി ലതീഷ് പറഞ്ഞു. അതേസമയം മരിച്ച മൈക്കാവ് സ്വദേശി ഷാനിദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വെള്ളിയാഴ്ച രാവിലെ അമ്പായത്തോട് വെച്ച് പോലീസിനെ കണ്ടതിന് പിന്നാലെയാണ് ഷാനിദ് കയ്യിലുണ്ടായിരുന്ന ലഹരിപ്പൊതി വിഴുങ്ങിയത്. താൻ ലഹരിപ്പൊതി വിഴുങ്ങിയെന്ന് ഷാനിദ് പോലീസിനോടും പറഞ്ഞു. തുടർന്ന് പോലീസാണ് ഷാനിദിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത്. CT സ്കാൻ, എൻഡോസ്കോപ്പി പരിശോധനകളിലൂടെ ഷാനിദിന്റെ വയറിനുള്ളിൽ 2 ചെറിയ പ്ലാസ്റ്റിക് പൊതികൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പേ ഷാനിദ് മരിച്ചു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായത്. അമിതമായ അളവിൽ മയക്കുമരുന്നുള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി വി ലതീഷ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായി ഡോക്ടർക്ക് കിട്ടിയത് 2 പാക്കറ്റുകളാണ്. അത് ബോഡിയിലേക്ക് ലയിച്ചിട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡാണ്, വയറ്റിലുള്ള ഫ്ലൂയിഡാണ് ഉള്ളത്. അതിനകത്ത് കുറച്ച് പൗഡറി ആയിട്ടുള്ള സാധനങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നാർക്കോട്ടിക് ഓവർഡോസാണ് ഇതിന് മരണത്തിന് കാരണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അതേസമയം ഷാനിദിന് ചികിത്സ ലഭ്യമാക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പോലീസ് പറയുന്നു. 2 പൊതികളിൽ ഒന്നാണ് ആന്തരിക അവയവങ്ങളിൽ ലയിച്ചത് എന്ന് പറയുമ്പോൾ അവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്നാണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കാനുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്.